ഹായ്, ബാഗ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാറ്റഡ് ക്യാറ്റ്, അതായത് മഴയത്ത് ചെന്ന് നടന്ന് ഫുള്ള് ശരീരം മുഴുവനും അല്ല. അപ്പോൾ പൂച്ച എപ്പോഴും മാറ്റാവുന്നത് പേർഷ്യൻ ക്യാറ്റ്സിനെ വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, നമ്മളെന്നും പൂച്ചയെ ബ്രഷ് ചെയ്യും. അപ്പോൾ ഇവർക്ക് തന്നെ സ്വന്തം ഗ്രൂമിങ് അറിഞ്ഞുകൂടാ. അതിൽ കുറച്ച് പൂച്ചകൾ മാത്രമേ സ്വന്തമായിട്ട് ഗ്രൂം ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർ സ്വന്തമായിട്ട് ഗ്രൂം ചെയ്യൂല. അപ്പോൾ നമ്മൾ എന്നും ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ രോമം മാറ്റാവാൻ ഭയങ്കര ഈസിയാണ്. മാറ്റാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ലൂസ് ഹെയർ കെട്ടുപിണഞ്ഞ് പുതിയ മുടികളോടുകൂടി കെട്ടുപിണഞ്ഞ് ഇരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നനവ് തട്ടുമ്പോഴുമാണ് മാറ്റാവുന്നത്. ഇത് ആസ്ഥാനത്ത് മുഴുവനും, അതായത് എന്നയിടത്ത് മാറ്റ് വരണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം സൈഡ് മാറ്റുണ്ട്, ഈ ഒരു സൈഡ് മുഴുവനും മാറ്റാണ്, വാലിൻ്റെ അവിടെ വാല് മുഴുവനും മാറ്റാണ്, ഈ പുറകിലത്തെ പിൻകാലിൻ്റെ സൈഡ് മുഴുവനും മാറ്റാണ്. അത് ഈവനായിട്ട് രണ്ട് സൈഡിലും അതേ സ്ഥാനത്ത് തന്നെയാണ് മാറ്റ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ബേദ് ചെയ്യണതിന് മുമ്പേ മാറ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. മാറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈവൻ ആവുന്നില്ല, ഭംഗിയാവുന്നില്ലെങ്കിൽ ക്യാറ്റിന് ഷേവ് ചെയ്യണം. ഈ അവസ്ഥയിൽ ഷേവ് ചെയ്യണം തന്നെയായിരിക്കും മിക്കവാറും നടക്കാൻ പറ്റുന്നത്. അപ്പോൾ സമയം കൊടുത്താൽ മതി, ഹെയർ തിരിച്ച് ഗ്രോ ചെയ്യും. പക്ഷേ ഈ കെയർ കൊടുത്താലേ പൂച്ചയുടെ മാറ്റില്ലാതെ വരുള്ളൂ. നമ്മളിപ്പോൾ ആദ്യം മാറ്റ് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ട്രിമ്മർ എടുത്തിട്ട് സൈസ് 10 ബ്ലേഡ് വെച്ചിട്ട് മാറ്റ് ആദ്യം റിമൂവ് ചെയ്യുന്നു. ഇത് ചെറിയ ട്രിമ്മർ എടുക്കുന്നത് പൂച്ചയായതുകൊണ്ടാണ് പെട്ടെന്ന് അവർ ഡിസ്ട്രസ്ഡ് ആവും. മറ്റേ ചെറിയ ട്രിമ്മർ കയറാത്തതുകൊണ്ട് വലിയ ട്രിമ്മർ തന്നെ എടുക്കുകയാണ്. അതിൽ സൈസ് 10 ബ്ലേഡാണ് എടുത്ത് നോക്കുന്നത്. അതിൽ പോയില്ലെങ്കിൽ മാത്രമേ പിന്നെ സ്മോളർ ബ്ലേഡ്സ് നമ്മൾ എടുക്കുകയുള്ളൂ. പുള്ളി ചെയ്യാൻ പാടില്ല, പുള്ളി ചെയ്യാതെ വേണം ചെയ്യാൻ. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൽ കട്ട്സ് വരും. എന്തിടാ വാ, ഇരിക്കവിടെ ഒന്നുമില്ല, ശരിയാ. നമ്മൾ പൊക്കി നിർത്തണത് സ്കിന്ന് സ്ട്രെച്ച് ചെയ്ത് കിട്ടാനാണ്. ഇരിക്കുമ്പോൾ സ്കിൻ മടങ്ങിയിരിക്കും. ഇപ്പോൾ സേഫർ ഓൺ ദ ക്യാറ്റ് നമ്മൾ പൊക്കി നിർത്തുന്നതാണ്. ഇതാണിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത വൺ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്ത മാറ്റ്. ഇത് കണ്ടാൽ മനസ്സിലാവും, ലൂസ് ഹെയറും ഡേർട്ടും വാട്ടറും കൂടെ ചേർന്ന് കട്ട കൂടിയാണ് ഒരു മാറ്റ് ഉണ്ടാവുന്നത്. ഇത്രയും ഭാഗത്തുനിന്ന് നമ്മളത് റിമൂവ് ചെയ്തത്. വൈറ്റനിങ് ഷാമ്പു, ഹൈഡ്രയുടെ വൈറ്റനിങ് ഷാമ്പു ആണ് നമ്മൾ വൈറ്റ് പെറ്റ്സിന് യൂസ് ചെയ്യണം, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഷാമ്പു നമ്മൾ ഓഡർ ന്യൂട്രലൈസേഷൻ ഷാമ്പു ആണ്. അതും നമ്മൾ ഹൈഡ്രയുടെ ആണ് യൂസ് ചെയ്യുന്നത്.
ഇത് അഴുക്ക് കളയാനുള്ള ഷാമ്പു ആണ്. അഴുക്ക് കളഞ്ഞിട്ടേ നമ്മൾ സെക്കൻഡ് ഷാമ്പു, വേറെ വൈറ്റനിങ് ഷാമ്പു ഒക്കെ സെക്കൻഡ് ഷാമ്പു ആണ്. വൈറ്റനിങ് ഷാമ്പു ഇടുവാണേ. പിന്നെ ഒരു വയലറ്റ് കളറാണ്. പൂച്ചയാകുമ്പോൾ ഫ്രണ്ട് കാലിന് പിടി കിട്ടണം. ഫ്രണ്ട് കാല് വെച്ചിട്ടാണ് ചാടുന്നത്. പിന്നെ നമുക്ക് ടൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ പിടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഫോട്ടോ ഇവിടെ നോക്കി, ക്യാമറ ഇവിടെ നോക്കി. സ്പോട്ട് ഓൺ ഉപയോഗിക്കണം റെഗുലറായിട്ട്. മതിയായോ നിനക്ക്? ഈ പരിപാടിയൊക്കെ മതിയായോ? മനസ്സിലായി. രണ്ടും ഉടുപ്പുണ്ട് അതിൻ്റെ ഇടയിൽ. പെട്ടെന്ന് മാന്താൻ പറ്റില്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം മാന്തിയത് ഓർക്കണ്ടോ എന്നെ? ഇരുന്നോ മൂലയിലിരുന്നോ. അടിച്ചു അടി. പൂച്ചയ്ക്ക് പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ പട്ടിയുടെ പോലെ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യില്ല. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് പുരട്ടി കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനത്തെ കാറ്റ്സിനെ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നും ഇവരെ ഒരു സ്റ്റീൽ കോമ്പ് വെച്ച് കോമ്പ് ചെയ്യണം. എവിടെയെങ്കിലും കെട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ റിലീസ് ചെയ്ത് പോകണം. പുറം, കാലുകളുടെ ഇട, അടിഭാഗം, ഇതാണ് ഏറ്റവും കൂടുതൽ കെട്ട് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ. പിന്നെ ഇവർക്ക് അത്ര പെട്ടെന്ന് റീച്ച് ചെയ്യില്ല. പല പേർഷ്യൻ ക്യാറ്റ്സും സ്വന്തമായിട്ട് ഗ്രൂം ചെയ്യാനുള്ള അറിവില്ലാതെയാണ് വളരണത്. അതുകൊണ്ട് നമ്മൾ കെയർ എടുക്കുമ്പോൾ എന്നും ഗ്രൂം ചെയ്യണം. ഒരു ട്രിക്ക് എന്താ വെച്ചാൽ, ഫീഡ് ചെയ്യണതിന് മുമ്പ് ഗ്രൂം ചെയ്തിട്ടേ ഫീഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യും. നമ്മൾ ചീവി കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതൊരു ടെക്നിക്ക് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട് ഫോളോ ചെയ്യാം എവറി ഡേ. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പോ, രാത്രിത്തെ ഫീഡോ രാവിലത്തെ ഫീഡോ ഏതെങ്കിലും ഒരു ഫീഡിന് മുമ്പ് നമ്മൾ ഗ്രൂം ചെയ്തിട്ട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് എന്നും ഗ്രൂം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവർ ടിക്സ് ടിക്സ് ഫ്ലീസ് ഒക്കെ വരും ഇവരുടെ മേത്ത്. പിന്നെ പൊടി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഹെയർ വന്നിട്ട് വളരെ അധികം പട്ടിയുടെ പോലെ തന്നെ ഷെഡ് ചെയ്യുന്ന ഹെയർ. അപ്പോൾ ഈ ലൂസ് ഹെയർ മാറ്റാനാണ് നമ്മൾ ഗ്രൂം ചെയ്യുന്നത്. അപ്പോൾ ലൂസ് ഹെയർ നമ്മൾ എന്നും ചീവി മാറ്റുവാണെങ്കിൽ അത് കെട്ടുപണയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. പിന്നെ ഉള്ളത്, ഇവർക്ക് പേഴ്സണൽ കെയർ എടുക്കാൻ ഒരു സ്ട്രേ കാറ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഷോർട്ട് ഹെയർ ആണ്, അവർ സ്വന്തമായിട്ട് ഗ്രൂം ചെയ്യും. പക്ഷേ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ ആ എബിലിറ്റീസ് ഒക്കെ ബ്രീഡ് ഔട്ട് ആയതുകൊണ്ട് അവർക്കതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ തന്നെ അതിനെ ഗ്രൂം ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും അഴുക്ക് കാണുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്യണം. മന്ത്ലി വൺസ് എങ്കിലും ബേത്ത് ചെയ്താൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടാ. വാം വാട്ടറിലാണ് നമ്മൾ ബേത്ത് ചെയ്യുക ക്യാറ്റ്സിന്. വാം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ബേത്ത് ചെയ്യുന്ന ആ കണക്കിനുള്ള വോംത്താണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഓർഡറി ഷാമ്പു, പിന്നെ ഒരു വൈറ്റ് ക്യാറ്റാണെങ്കിൽ വൈറ്റ് ഷാമ്പു, അല്ലെങ്കിൽ 2 ഷാമ്പു 1 കണ്ടീഷണർ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ലെസനുമായിട്ട് വരാം. താങ്ക് യു.